അതുപോലെ ധ്വനി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അയ്യോ അർജുൻ, ഫോൺ കട്ടിയല്ലേ? ആ സ്റ്റുപ്പിഡ് ബഫൂണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലടാ. സ്വാമിയെങ്കിൽ നീ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാ, മഹാബുദ്ധിമാൻ, ദ റിയൽ കിങ് മേക്കർ. എസ് പി അങ്കിളിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് അദ്ദേഹമാ. ആ അത് ശരിയാ. ഇതിലും വലിയ നിലയിൽ എത്തേണ്ട ആളായിരുന്നു എസ് പി അങ്കിൾ. ഇയാള് വന്നതോടെ അങ്കിള് നിന്ന നിലയിൽ തന്നെ നിന്നുപോയി. അയ്യോ, ഉത്രാടായിട്ട് ഒരാളെ കുറ്റം പറഞ്ഞപ്പോ എന്തൊരു മനസ്സുഖം. ഒന്ന് നിർത്താമോ? ആരാ നിർത്താൻ പറഞ്ഞ? ആ വൃത്തികെട്ട ശബ്ദം കേട്ടിട്ട് കള്ള സ്വാമി തന്നെയാന്ന് തോന്നല്ലോ. അയ്യോ, അത് അദ്ദേഹം തന്നെയാ. കാറൊന്ന് നിർത്താൻ പറഞ്ഞതാ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. ഓക്കേ, അപ്പോഴേക്കും ഞാൻ ആ കള്ള സ്വാമിയുടെ മറ്റു കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. ഇത്ര പെട്ടെന്ന് ആ കുട്ടി ഫോൺ വെക്കണ്ടായിരുന്നു. യാത്രയുടെ ബോറടിയൊക്കെ മാറി ഒന്ന് ഹരം പിടിച്ച് വരികയായിരുന്നു. സ്വാമിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യമാണ് ആ കുട്ടി പറഞ്ഞത്. ധ്വനി ഞാൻ ഉദ്ദേശിച്ചാലും മിടുക്കിയ ഒരു കുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു ചാഞ്ഞ മരമായി പോയില്ലേ, എല്ലാരും കൂടി ഓടി കേറിക്കോ. നീ ചിരിക്കണ്ട, നിനക്കും അവൾക്കും ഞാൻ വച്ചിട്ടുണ്ട്. മുമ്പൊക്കെ ഞാനും ഇവളും കൂടി നാട് മുഴുവൻ നടന്ന് പൂക്കൾ പറിച്ചോണ്ട് വന്ന് അത്ത മുതൽ 10 ദിവസവും പൂക്കളിടുമായിരുന്നു. ഒരു തവണ അമ്മ മാലകെട്ടം കൊണ്ടുവച്ച പൂവെടുത്ത് ഇത്തിരി വിശാലമായിട്ട് തന്നെ പൂക്കളെ ഇട്ടു. ഓർമ്മയുണ്ടോ അതൊക്കെ? അന്ന് കിട്ടിയ അടിയുടെ ചൂട് മറക്കാൻ പറ്റുമോ ചേച്ചി? പിന്നെ അടിച്ചുപോലും. വെറുതെ ഒന്ന് തട്ടിയപ്പോ തന്നെ രണ്ടും കൂടി വലിയ വായിൽ കരയാൻ തുടങ്ങി. പിന്നെ സമാധാനിപ്പിക്കാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. ഓരോ ഓണത്തിനും എത്ര പൂക്കള മത്സരങ്ങളിലാ നമ്മൾ 3 പേരും പങ്കെടുത്തിരിക്കുന്നത്. എവിടെയും ജയം പ്രിയമദാൻ ടീമിന് തന്നെ ആയിരിക്കും. കോളേജിലായിരുന്നപ്പോഴും പൂക്കളം കോമ്പറ്റീഷന് എപ്പോഴും ഫസ്റ്റ് എന്റെയും ധ്വനിയുടെയും ടീമിനായിരുന്നു. ആ കള്ളി പൂവിടാനൊന്നും കൂടില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോയും വെച്ച ആള് കളിക്കാനേ ഭയങ്കര ഉത്സാഹമാണ്. നമ്മൾ എന്നും കുട്ടികളായിരുന്നാ മതിയായിരുന്നു അല്ലേ ചേച്ചി? നടക്കാത്ത കാര്യം എന്തിനാ ആലോചിക്കുന്നേ? ഇത്തവണ ഇന്ന് ഉത്രാടത്തിനും നാളെ തിരുവോണത്തിനും പൂവിടാം. കയ്യില് കാശിന് ഇത്തിരി കുറവുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ഓണം വരെ എന്ത് സന്തോഷമായിരുന്നു. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന വേഗതയില് എല്ലാം നഷ്ടപ്പെട്ടു. നിനക്കെന്താ ഇപ്പോ സന്തോഷത്തിനൊരു കുറവ്? നിന്റെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഓണമല്ലേ ഇത്? ഭർത്താവും കൂടെയില്ലേ? ഉണ്ട്. ഇതിലപ്പുറം വേറെ എന്ത് സന്തോഷം ഇക്കൊല്ലത്തെ ഓണത്തിന് നിനക്ക് വേണ്ടത്? മോളെ, നിനക്ക് എന്താ പറ്റിയേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ ഇതുവരെ മനസ്സ് തുറന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. ഇവക്ക് പ്രശ്നമൊന്നുമില്ലമ്മേ. നാളത്തെ എൻഗേജ്മെന്റ് മുടക്കാൻ ഞാൻ ഇവിടുന്ന് പോവല്ലോ. ഈ തിരുവോണത്തിന് ഞാൻ കൂടെയില്ലല്ലോ എന്നുള്ളതായിരിക്കും ഇവളുടെ വിഷമം. അല്ലാതെ ഇവളുടെ സങ്കടത്തിനും കല്യാണത്തിനും തമ്മിൽ ബന്ധമൊന്നുമില്ല അല്ലേ മോളെ? അതെ.
ചേച്ചി പോകുന്നോണ്ടാണല്ലോ ഈ ഓണത്തിന്റെ സന്തോഷം ഇല്ലാതായത്. ഇതിലിത്ര വിഷമിക്കാനൊന്നുമില്ല. സത്യൻ ശില്പയ്ക്കൊരു ജോലി കൊടുത്താ പിന്നെ നിന്റെ അടുത്ത് തന്നെയായിരിക്കും ഇവളുടെ താമസം. ചേച്ചിക്കും അനിയത്തിക്കും അടുത്ത വർഷത്തെ ഓണം അവിടെ ആഘോഷിക്കാം. ആഹാ, ഓണം എവിടെ ആഘോഷിക്കുന്ന കാര്യം പറയുന്നേ? അയ്യോ, ഞാൻ വന്നതുകൊണ്ട് നിങ്ങൾ പൂക്കളം ഇടുന്നെന്ന് നിർത്തണ്ട. ഞാനും വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടാം. ഈ ഉത്രാടം നമുക്ക് ഒരുമിച്ച് കളറാക്കിയേക്കാം. എന്താ? ആ, സൂപ്പർ ആയിട്ടുണ്ട്. 3 പേരും കലാകാരികളാ. റിയ, സുഖല്ലേ എല്ലാവർക്കും? അതെ അങ്കിൾ. സുഖായിരിക്കുന്നു. അല്ല, അങ്കിൾ എന്താ ഇതുവഴി? ഓണമായതുകൊണ്ടേ പ്രജകളെ കാണാൻ ഇറങ്ങിയതാ. അയ്യോ, കണ്ടോ, ആരും ചിരിച്ചില്ല. എസ് പിക്ക് ഇതുവഴി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. അപ്പൊ ഇനി വേറെ ഓട്ടം ഉണ്ടോ? മിണ്ടായിരടാ. മിണ്ടായിരുന്നത് എങ്ങനെയാ? അല്ല, നിങ്ങൾ എന്ത് ഈ വന്ന കാലത്ത് തന്നെ നിൽക്കുന്നേ? അകത്തോട്ടിരിക്കാം, വരൂ. മാറിക്കോട്ട്. വരൂ അങ്കിൾ, സ്വന്തം വീട് പോലെ തന്നെ കരുതാം. വന്നാട്ടെ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും അർജുൻ ഇവിടുത്തെ ആളായി മാറിയല്ലോ. പിന്നെ അല്ലാതെ. മാറിക്കോട്ട്. ലോകമേ തറവാട്, വീണടം വിഷ്ണു ലോകം. അതാണെങ്കിൽ എന്റെ പോളിസി.